മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ചില തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അക്സെപ്റ്റ് വൺ അനദർ, അണ്ടർസ്റ്റാൻഡ് വൺ അനദർ, സെർവ് വൺ അനദർ, ലവ് വൺ അനദർ, ഫോർഗീവ് വൺ അനദർ. കഴിഞ്ഞ എപ്പിസോഡിൽ ലവ് വൺ അനദർ ആൻഡ് ഫോർഗീവ് വൺ അനദർ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സ്നേഹവും ക്ഷമിക്കുകയും ചെയ്യുന്ന ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം, അതുപോലെ ക്ഷമിക്കണം. ഈ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാം ഇതെല്ലാം തന്നെ കുടുംബജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഈ ക്ഷമ എന്ന് പറയുന്നത് ഈ എപ്പോഴും ഒരു അങ്ങൊരു എക്സ്ട്രീം വരെ പോകണം, എങ്കിലേ അതിനകത്തെ നമ്മൾ എത്ര ഹർട്ട് ചെയ്താലും ക്ഷമിക്കാൻ പറ്റുന്നൊരവസ്ഥ വേണം. അല്ലെങ്കിൽ അത് ചില റിസർവേഷൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടല്ല, അതൊരു പ്രയാസമുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ മറക്കത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറക്കത്തില്ല. ഭാര്യമാരും ഭർത്താക്കന്മാരുടെയും തമ്മിൽ ബ്രെയിൻ ഡിഫറൻസ് അതാണ്. ഭാര്യമാരെല്ലാം ഓർത്തിരിക്കും, ഭർത്താക്കന്മാരെല്ലാം മറക്കും. അതുകൊണ്ട് മറക്കേണ്ടത് മറക്കുക, ഓർത്തിരിക്കേണ്ടത് ഓർത്തിരിക്കുക. ഒരു ഒഫൻഡ് ചെയ്യുന്നൊരു കാര്യം നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പ്രയാസം ഉണ്ടാക്കും. കാരണം അത് മനസ്സിലിങ്ങനെ ആ ഹർട്ട് ഫീലിംഗ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറക്കേണ്ട കാര്യങ്ങൾ മറന്നു കളയണം. ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭാര്യമാരുടെ മനസ്സാണ് അത് വരുന്നത്, അവരത് മറന്നു കളയണം. മനഃപൂർവ്വം തന്നെ മറന്നു കളയണം. മറക്കാൻ പറ്റില്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ മതി, അത് മറക്കാനായിട്ട് പറ്റും. ദൈവം അത് സഹായിക്കും. എന്നാൽ ചില കാര്യങ്ങൾ ഭർത്താക്കന്മാർ ഓർക്കുകയും വേണം. മറന്നു കളഞ്ഞിട്ട് കാര്യമില്ല, ചില കാര്യങ്ങൾ ഓർക്കുകയും വേണം, അത് ഓർത്തിരിക്കണം. കാരണം പ്രത്യേകിച്ച് ബർത്ത്ഡേയുടെ കാര്യങ്ങൾ, വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ചില കാര്യങ്ങൾ, ഇതൊക്കെ ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. അത് ഞാൻ അതിലേക്ക് വീണ്ടും വരാം. അപ്പോഴേ നമ്മൾ പറഞ്ഞത് ലവ് വൺ അനദർ ആൻഡ് ഫോർഗീവ് വൺ അനദർ. 5 കാര്യങ്ങളുണ്ട്. 6ാമത് പറയാനായിട്ടുള്ളത് എൻകറേജ് വൺ അനദർ. അന്യോന്യം എൻകറേജ് ചെയ്യണം. തമ്മിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരനുഭവം കുടുംബജീവിതത്തിലെല്ലാം ആവശ്യമാണ്. നമുക്കറിയാം കൊച്ചു കുട്ടികളൊക്കെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഓടി മാതാപിതാക്കളിലേക്ക് വരും. എന്തിനാണ്? അവർക്കൊരു പ്രോത്സാഹനം വേണം, അതിനുവേണ്ടിയാണ് ഓടിക്കൊണ്ട് വരുന്നത്. അതായത് ഈ പ്രോത്സാഹനം കൊടുത്താൽ അവരതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. കുടുംബജീവിതത്തിലെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഇതുപോലെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് അടുക്കളയിലെ കാര്യങ്ങളിലൊക്കെ നേരത്തെ ഉള്ളതുപോലെ അല്ല, ഇപ്പം യൂട്യൂബൊക്കെ നോക്കി കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. പണ്ടാന്നേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കുക്കിങ്. എന്നാലും യൂട്യൂബ് ചെയ്താലും കുക്കിങ്ങിനകത്തൊക്കെ ചിലപ്പം ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്നേരം അത് ഭർത്താവിൻ്റെ മുമ്പിൽ ആ ഭക്ഷണം വരുമ്പോൾ ഭർത്താവ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാത്തതാണെങ്കിൽ, ചിലയിടത്തൊക്കെ ഭർത്താക്കന്മാരാണ് കുറച്ചുകൂടെ ബെറ്റർ കുക്ക് ഭാര്യമാരെയൊക്കെ. ഭർത്താവ് ഉണ്ടാക്കിയാലും ഭാര്യയുണ്ട്. ഇപ്പം 2 പേരും ഉണ്ടാക്കുന്നവരുണ്ട്, ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നവരുണ്ട്, ഒക്കെ ഇത്തിരി വ്യത്യാസങ്ങളുണ്ട്. പഴയതുപോലല്ല ഇപ്പം. കാരണം ആരാണ് ഈ ഷിഫ്റ്റൊക്കെ വരുമ്പോൾ ആരാണ് മുമ്പേ വരുന്നത്, അവരാണ് വീട്ടിലെ ജോലിയെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഭർത്താവ് ഉണ്ടാക്കിയാലും ഭാര്യ ഉണ്ടാക്കിയാലും ഒരു അപ്രിസിയേഷൻ ആ ഓപ്പോസിറ്റ് പാർട്ട്ണർ കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്തൊരു സ്പെഷ്യൽ മെൻഷൻ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുക. അത് ഇന്നത് നല്ലതായിരുന്നു, അതിൽ ഇന്ന ടേസ്റ്റ് നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് മോട്ടിവേറ്റഡ്, ഹൂവർ മേ ബി ദ പേഴ്സൺ. പ്രത്യേകിച്ച് ഭാര്യമാർ അത് കുറച്ചുകൂടി ഇമോഷണൽ ആയതുകൊണ്ട് അവർ കുറച്ചുകൂടെ മോട്ടിവേറ്റഡായി കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഭാര്യമാർ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഭർത്താവിൽ നിന്ന് പ്രത്യേകിച്ച് എൻകറേജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ചില ഭർത്താക്കന്മാരുണ്ടെന്ന് നോക്കുക പോലുമില്ല. അവർ കൂടുതൽ ഓഫീസ് വർക്കും ബാക്കിയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങളാണ് നോക്കുന്നത്. അവർ ഭാര്യമാരൊരു നോട്ടമെങ്കിലും കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു നോട്ടമെങ്കിലും ഒന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു ഒക്കെ. എന്നാലത് നോക്കുക പോലുമില്ല. അങ്ങനെ വരുമ്പോഴേ ഏതൊക്കെ മേഖലയിലാണ് പ്രോത്സാഹനം ആവശ്യമുള്ളത് അതെല്ലാം നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം, അത് റീചെക്ക് ചെയ്യണം.
പ്രോത്സാഹനം കിട്ടുമ്പോഴാണ് അവിടെ ഒരു സന്തോഷം വരുന്നത്. അല്ലെങ്കിൽ പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിൽ എന്താണ്, അവിടെ ആ സന്തോഷത്തിൽ നഷ്ടം വരും. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അത് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാൽ അവരുടെ മെമ്മറിയെ അത് ബാധിക്കും. കാരണം അവർ കാര്യം ചെയ്ത് അവരെ എൻകറേജ് ചെയ്തില്ലെങ്കിൽ അവരുടെ മെമ്മറിയെ ബാധിക്കും. തമ്മിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എപ്പോഴും നമ്മൾ മറന്നു പോകരുത്. അതിനൊരു റിവാർഡ് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒന്നും അറിയാത്ത രീതിയിൽ പോലും ഒരു കളർ, ഇന്ന കളർ ഭാര്യയ്ക്ക് ഇഷ്ടമാണ് എന്നറിയാം, ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു കാര്യത്തിൽ ഒരു ഡേറ്റിൽ അത് ഒരു വെഡിങ് ആനിവേഴ്സറി ആണെന്നിരിക്കട്ടെ, അത് ചിലപ്പം പ്രായം കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഒരു 40-50 വയസ്സൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഡേറ്റൊക്കെ മറന്നു പോയെന്ന് വരും. അതിന് മുമ്പൊക്കെ ഓർത്തിരിക്കും, 25-30 ഓർത്തിരിക്കും. 50 വയസ്സൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് മറന്നുപോയെന്ന് വരും. അത് ഈ 50 വയസ്സ് കഴിയുമ്പോഴും ഭർത്താവ് ആ ദിവസം ഓഫീസിൽ പോയിട്ട് വരുമ്പം സമയം കണ്ടെത്തി നല്ലൊരു സാരി വാങ്ങിച്ച് അവിടെ കൊടുത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേ ഭാര്യയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും. വലിയൊരു ഒരു നല്ല കാര്യമാണ്. അത് ഒരു ഹാപ്പി ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഹാപ്പി ലൈഫിന് വേണ്ടിയാണല്ലോ കുടുംബജീവിതം മുമ്പോട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഹാപ്പി ലൈഫിനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പ്രോത്സാഹനം, ഇങ്ങനെയുള്ള ഉത്തേജനങ്ങൾ, ഇങ്ങനെ ചില റിവാർഡ്സുകൾ, ഇതെല്ലാം നമ്മൾ ഭവനത്തിൽ ചെയ്യേണ്ടതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് 6ാമത്തെ കാര്യം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, എൻകറേജ് വൺ അനദർ. ഇനിയും 7ാമത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കുടുംബജീവിതത്തിലുള്ളതാണ് ഓപ്പൺ വൺ അനദർ. അന്യോന്യം തുറക്കപ്പെടുക. അന്യോന്യം തുറക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മീനിങ് വേറൊന്നുമല്ല, ദർ ഷുഡ് നോട്ട് ബി എനി ഹൈഡിങ്. ഒന്നും ഒളിച്ചു വയ്ക്കാതിരിക്കുക, ഒരു ട്രാൻസ്പെറൻസി വരിക എന്നുള്ളത്. ഈ ട്രാൻസ്പെറൻസി എന്ന് പറയും, ഇതെല്ലാം ഈ കോൺഫ്ലിക്റ്റിനകത്ത് അല്ലെങ്കിൽ പ്രോബ്ലംസിൽ വരുന്നൊരു കാര്യമാണ് ഈ ട്രാൻസ്പെറൻസി. സംശയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളും. ഇപ്പം ഭാര്യയുടെ ശമ്പളം, ഭർത്താവിൻ്റെ ശമ്പളം, ചിലവാക്കുന്ന തുക, ഫാമിലി ബഡ്ജറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്യോന്യം ഡിസ്കസ് ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ അറിയണം. ഈവൻ ഒരു ലെവൽ വരെ ചില 10 വയസ്സോ അല്ലെങ്കിൽ 12 വയസ്സോ ഒക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളും കൂടി അത് അറിയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരും കൂടി ഈ ഫൈനാൻസ് പൊസിഷൻ, വീട്ടിലെ ഫൈനാൻസ് പൊസിഷനൊക്കെ അറിയണം. അതിപ്പം ഫാമിലി ആൻഡ് ഫൈനാൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. അതുകൊണ്ട് ഒന്നും ഒളിച്ചു വയ്ക്കാതിരിക്കുക. ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കും. ഒളിച്ചു വെച്ചാലുള്ള പ്രശ്നം പിന്നീട് അത് ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് ഒന്നും ഒളിച്ചു വയ്ക്കാതിരിക്കുക. സോ അതിനകത്ത് ചിന്തിക്കുന്ന ഓപ്പൺ വൺ അനദർ. വി ഷുഡ് ബി ഓപ്പൺ. നമ്മൾ ഓപ്പൺ ആയിരിക്കണം. പ്രത്യേകിച്ച് ഇത് വരുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ മനസ്സിലെ ചില പിണക്കവും വൈരാഗ്യവും ഒക്കെ വരുന്ന ചില സമയങ്ങളുണ്ട്. പിണക്കമൊക്കെ വരുന്ന സമയം. ഇതൊക്കെ പിണക്കം വരുന്ന ചില എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും പിണക്കം വരുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എപ്പോഴും സന്തോഷിക്കാൻ വേണ്ടി. സന്തോഷിക്കുമ്പം ഒരു ഹോർമോണുണ്ട്, ഡോപ്പോമിൻ എന്ന് പറഞ്ഞ്. ആ ഹോർമോണിൻ്റെ ലെവൽ ഹൈ ആവും സന്തോഷിക്കുമ്പോൾ. അത് പിണക്കവും വൈരാഗ്യമൊക്കെ വരുമ്പം ആ ഹോർമോൺ അങ്ങ് താഴോട്ട് പോകും. പ്രത്യേകിച്ച് നെഗറ്റീവ് തോട്ട്സൊക്കെ വരുമ്പോഴേ. അതുകൊണ്ട് ഫാമിലി ലൈഫിൽ എപ്പോഴും പിണങ്ങിയിരിക്കാൻ, പിണക്കം വരാം, എന്നാൽ പിണങ്ങി ഇരിക്കാനല്ല. പിണക്കം ഇടയ്ക്ക് വന്നാലും ഉടൻ തന്നെ അത് ഡിസ്കസ് ചെയ്യണം. അത് ഒളിച്ചു വയ്ക്കാതെ അത് എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഫുൾ എൻജോയ്മെൻറ്റിൽ തന്നെ ഇരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ദേഷ്യം വരുമ്പം ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്തോ ഒരുപാട് വിഷമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുകയും ഒന്ന് ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴേ ആ പിണക്കമൊക്കെ അങ്ങ് മാറിപ്പോകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഒന്നും ഒളിച്ചു വയ്ക്കാതിരിക്കുക, ഓപ്പൺ വൺ അനദർ എന്നുള്ളതും ആവശ്യമാണ്. അതുപോലെ അതിനോട് ചേർന്നാണ് ചിന്തിക്കേണ്ടതാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പഴിയും ഒന്നും പറഞ്ഞ് ഇരിക്കരുത്. ഇതൊക്കെ അതിൻ്റെ ആ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്, കുറ്റവും കുഴവും പറഞ്ഞ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിലില്ല. നമ്മൾ അന്യോന്യം കുറ്റം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ അന്യോന്യം കുറ്റം പറഞ്ഞ് കുഞ്ഞുങ്ങളും അത് കണ്ടുകൊണ്ടാണ് വളരുന്നത്. അവരും എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അതുപോലെ എക്സ്ക്യൂസസ്, ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറയും. നമ്മൾ പറഞ്ഞ് ശരിയാണെന്ന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഈ എക്സ്ക്യൂസ് കൊണ്ടുവരുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ
there should be always transparency, there should be always openness. അത് ഓപ്പൺനെസ് ഉണ്ടാവണം എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ, അതുപോലെ ഇസാക്കും റിബേക്കയും രണ്ടുപേരുടെയും ജീവിതത്തിൽ പഴയ നിയമത്തിൽ എടുത്തു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ അവർ പലതും മറച്ചു വെച്ചതായിട്ട് കാണാം. ഞാനതിലേക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് വെച്ചാൽ അവർ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു വേറൊരു കൺട്രിയിൽ ചെന്നപ്പോൾ അവർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവർ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ ദൈവം അതിൽ കൂടി പ്രവർത്തിച്ചു. എന്നാൽ അവർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് അത് ചില ഇൻസിഡൻസിന്, ചില സംഭവങ്ങൾക്ക് കാരണമായി തീർന്നേനെ. അത് പല കാര്യങ്ങൾ ട്രാൻസ്പെറൻസി ഇല്ലാതെ അന്യോന്യം ഒത്തുകളിച്ചു. അതാണ് ട്രാൻസ്പെറൻസി ഇല്ലാതെ വരുന്ന കാര്യം. ഇതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഇല്ലാഞ്ഞൊരു കാര്യം, അന്യോന്യം ഒത്തുകളിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാഞ്ഞൊരു കാര്യമാണ് പുതിയ നിയമത്തിൽ തന്നെ എഴുതപ്പെട്ട ആദ്യത്തെ പാപം. നമുക്കറിയാം, അനന്യാസും സഫീറയും അവർക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു. കെട്ടുകണക്കിന് പണം കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സന്നിധി കൊടുത്തു. എന്നാൽ കുറച്ച് മറച്ചു വെച്ചു, കുറച്ചെടുത്ത് ഒളിച്ചു വെച്ചു. അവിടെ ഭാര്യയ്ക്ക് പറയാമായിരുന്നു ഭർത്താവിനോട്, നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് എതിരാണ് എന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. അതും ഈ പറഞ്ഞതുപോലെ ട്രാൻസ്പെറൻസി ഇല്ലാതിരുന്നൊരു കാര്യമാണ്. അവിടെ ഡിസ്കസ് ചെയ്യാമായിരുന്നു, ഡിസ്കസ് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആവാമായിരുന്നു. അതിന് പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്തു, നിൻ്റെ ഹൃദയത്തെ പിശാച് കുരുടാക്കി കളഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്തുകൊണ്ട് നിൻ്റെ ഭർത്താവ് മരിച്ചു, ഭാര്യയും മരിച്ചു. അതുകൊണ്ട് എപ്പോഴും ട്രാൻസ്പെറൻസി വിൽ ലീഡ് ടു പ്രോഗ്രസ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ട്രാൻസ്പെറൻസി വിൽ ലീഡ് ടു പ്രോഗ്രസ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ ജീവിതത്തിലെ അന്യോന്യം നമ്മൾ ഓപ്പൺ ആയിരിക്കുമ്പോൾ മുന്നോട്ടുള്ള ജീവിതം കുറച്ചുകൂടെ സുഗമമായി പോകും. എന്തെങ്കിലും അവിടെ മറച്ചു വെച്ചാൽ, എന്തെങ്കിലും ഒന്ന് മറച്ചു വെച്ചാൽ അത് പ്രയാസമുണ്ടാക്കും. പ്രത്യേകിച്ച് ഒരു പ്രിൻസിപ്പിൾ പോലെ എടുക്കാം. കുടുംബജീവിതത്തിൽ മൂന്നാമതൊരു പേഴ്സൺ വരുന്ന ഭാര്യഭർത്ത സംവിധാനത്തിൽ മൂന്നാമതൊരാൾ കയറി വരും. അത് ചില സമയങ്ങളിൽ ഭാര്യയുടെ ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫ്രണ്ടായിരിക്കാം, ആര് വേണമെങ്കിലും കയറി വരാം. കയറി വന്നാൽ അത് കുടുംബജീവിതത്തെ പലപ്പോഴും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു ട്രാൻസ്പെറൻസി വേണം. നമ്മൾ കോൺഫ്ലിക്റ്റിനകത്ത് അത് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കും. കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഇനിയിപ്പോൾ അടുത്ത സെഷൻസ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ഫേസ് ചെയ്യുന്ന ചില കോൺഫ്ലിക്റ്റും അതിൽ നിന്നുള്ള റിക്കവറി, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏത് രീതിയിൽ അതിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അത് പറയാം. ഇതും ട്രാൻസ്പെറൻസി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് നമ്മൾ ഈ പോയിൻറ്റ്സുകൾ, ഈ പ്രിൻസിപ്പിളൊക്കെ ആ കോൺഫ്ലിക്റ്റിനെ ഏത് രീതിയിൽ വിജയത്തോടു കൂടി അത് നേരിടുമെന്നതിന് ഈ പറഞ്ഞ 7 പോയിൻറ്റ്സും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോൾ 7 പോയിൻറ്റുകളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചുവെന്നെങ്കിൽ വിചാരിച്ചിരുന്നു. അക്സെപ്റ്റ് വൺ അനദർ, അണ്ടർസ്റ്റാൻഡ് വൺ അനദർ, സെർവ് വൺ അനദർ, ലവ് വൺ അനദർ, ഫോർഗീവ് വൺ അനദർ, എൻകറേജ് വൺ അനദർ, ഓപ്പൺ വൺ അനദർ. ഇത്രയും കാര്യങ്ങളാണ്, 7 കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞത്, തത്വങ്ങൾ. ഈ തത്വങ്ങളെല്ലാം തന്നെ എന്തിനാണ്? നമ്മുടെ കോൺഫ്ലിക്റ്റിൻ്റെ രക്ഷപ്പെടാനായിട്ട്, നമ്മൾ തമ്മിലുള്ള വഴക്കുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാനായിട്ടുള്ള ബിബ്ലിക്കൽ ബേസിസും പ്രിൻസിപ്പിൾസുമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഓരോ കോൺഫ്ലിക്റ്റുകൾ വരുമ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. തത്വങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ ഫാമിലി കോൺഫ്ലിക്ട്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഫാമിലി കോൺഫ്ലിക്ട്സ് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, ഭാര്യ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടത്, അമ്മായിയമ്മ മരുമോള് തമ്മിൽ ബന്ധപ്പെട്ടത്, അതുപോലെ ഫ്രണ്ട്സ് തമ്മിൽ ബന്ധപ്പെട്ടത്, എല്ലാം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണല്ലോ വരുന്നത്. അതാണല്ലോ അവസാനം ഡൈവോഴ്സിലേക്കൊക്കെ ചെല്ലുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോട് വാച്ച് ചെയ്യണം, ഇത് കാണണം. അടുത്ത ഒരു 4 എപ്പിസോഡോളം കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഈ കോൺഫ്ലിക്റ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തു വരാൻ പറ്റുമെന്നുള്ളത് സംസാരിക്കും. എല്ലാം ശ്രദ്ധയോട് വാച്ച് ചെയ്യണം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നു, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതങ്ങളിലെ ഒരു പെർഫെക്റ്റ് ബോണ്ട് ഓഫ് യൂണിറ്റി കർത്താവെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ തകരാറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവസ്ഥനിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസ്ഥനിൽ മറന്ന് കർത്താവെ സ്നേഹിപ്പാനായിട്ട് നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ചിലർ ഇത് ശ്രദ്ധിക്കുന്നു. 10 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ചില കുടുംബത്തിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇത് ശ്രദ്ധിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ആ സ്ക്രീനിലോട്ട് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അറിയാത്ത വഴികളിൽ ഒരു അത്ഭുതം ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവെ, ഏതൊക്കെ രീതിയിൽ പിശാച് കെട്ടിവെച്ചിരുന്നോ അതെല്ലാം റിലീസ് ചെയ്യപ്പെടുവാനായിട്ട് ഒരുമിച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വേല ചെയ്യുമെന്നുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് നിൽക്കുമ്പോഴേ കർത്താവെ, ഇന്ന് അവർക്ക് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹം കർത്താവെ അടുത്ത തലമുറയെ ദാനമായി കൊടുക്കുന്ന ഓർത്ത് ഞങ്ങളതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിച്ച ഓർത്ത് സ്തോത്രം. ദൈവമേ, നീ വലിയ കൃപകൾ അവരെല്ലാം നിറയ്ക്കുന്ന ഓർത്ത് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ഈ നന്മ നീ കൊടുക്കുന്ന ഓർത്ത് സ്തോത്രം. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.